എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഹൃദയം. ഹൃദയമാണ് രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി ഗർഭാശയ പേശി. ഗർഭാശയ പേശിയാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും ബലിഷ്ഠമായ പേശി. മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം. മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം 250 മുതൽ 300 ഗ്രാം വരെ. 250 മുതൽ 300 ഗ്രാം വരെയാണ് മനുഷ്യഹൃദയത്തിൻ്റെ ഭാരം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം പെരികാർഡിയം. പെരികാർഡിയമാണ് ഹൃദയത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഇരട്ട സ്തരമുള്ള ആവരണം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മനുഷ്യഹൃദയത്തിന് 4 അറകളാണ് ഉള്ളത്. മനുഷ്യശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി. മനുഷ്യശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി. ഹൃദയപേശിക്കാണ് മനുഷ്യശരീരത്തിൽ വിശ്രമമില്ലാത്ത പേശി. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് സൈനോ ഏട്രിയൽ നോഡ്. SA നോഡ്. സൈനോ ഏട്രിയൽ നോഡാണ് ഹൃദയത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത്. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം മെഡുല ഒബ്ലാങ്കേറ്റ. മെഡുല ഒബ്ലാങ്കേറ്റയാണ് ഹൃദയസ്പന്ദനം നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം. ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം 0.8 സെക്കൻഡ്. 0.8 സെക്കൻഡാണ് ഒരു ഹൃദയസ്പന്ദനത്തിന് വേണ്ട സമയം. സാധാരണ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക്. സാധാരണ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണ. സാധാരണ മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് മിനിറ്റിൽ ശരാശരി 72 തവണയാണ്. ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം. ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം ഹൃദയം. ഹൃദയമാണ് ഗർഭസ്ഥ ശിശുവിൽ ആദ്യമുണ്ടാകുന്ന അവയവം. മനുഷ്യഭ്രൂണത്തിന് ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്. മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത് 22 ദിവസം പ്രായമാകുമ്പോൾ. 22 ദിവസം പ്രായമാകുമ്പോഴാണ് മനുഷ്യഭ്രൂണത്തിൻ്റെ ഹൃദയസ്പന്ദനം തുടങ്ങുന്നത്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ്. രക്തത്തിലെ പ്ലാസ്മയുടെ അളവ് 55%. രക്തത്തിൽ 55%-ഓളം പ്ലാസ്മയാണ്. ഏറ്റവും വലിയ രക്തക്കുഴൽ. ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി, അയോർട്ട. മഹാധമനിയാണ് ഏറ്റവും വലിയ രക്തക്കുഴൽ. ഏറ്റവും നീളം കൂടിയ കോശം. ഏറ്റവും നീളം കൂടിയ കോശം നാഡീകോശം. നാഡീകോശമാണ് ഏറ്റവും നീളം കൂടിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം പല്ലിലെ ഇനാമൽ. പല്ലിലെ ഇനാമലാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. ഏറ്റവും വലിയ അവയവം. ഏറ്റവും വലിയ അവയവം ത്വക്ക്, സ്കിൻ. ത്വക്കാണ് ഏറ്റവും വലിയ അവയവം. മനുഷ്യ ശരീരത്തിലെ പ്രധാന ശുചീകരണാവയവം. മനുഷ്യ ശരീരത്തിലെ പ്രധാന ശുചീകരണാവയവം വൃക്ക, കിഡ്നി. വൃക്കയാണ് മനുഷ്യശരീരത്തിലെ പ്രധാന ശുചീകരണാവയവം. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി. ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി കരൾ. കരളാണ് ദഹനരസത്തിൽ രാസാഗ്നികളൊന്നുമില്ലാത്ത ദഹനഗ്രന്ഥി. രക്തത്തിൻ്റെ pH മൂല്യം. രക്തത്തിൻ്റെ pH മൂല്യം 7.4. 7.4 രക്തത്തിൻ്റെ pH മൂല്യം. ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ്. ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ് 5 മുതൽ 5.5 ലിറ്റർ വരെ. 5 മുതൽ 5.5 ലിറ്റർ വരെയാണ് ഒരു പ്രായപൂർത്തിയായ വ്യക്തിയിലെ രക്തത്തിൻ്റെ അളവ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ്. പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് 60 മുതൽ 65% വരെ. 60 മുതൽ 65% വരെയാണ് പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ്. മനുഷ്യശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. മനുഷ്യശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു ഹെപ്പാരിൻ.
ഹെപ്പാരിനാണ് മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നത് തടയുന്ന രാസവസ്തു. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ജലം. ജലമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം സെറിബ്രം. സെറിബ്രമാണ് മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗം. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. രക്തത്തിൻ്റെ ദ്രാവക ഭാഗം പ്ലാസ്മ. പ്ലാസ്മയാണ് രക്തത്തിൻ്റെ ദ്രാവക ഭാഗം. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം. രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം വൃക്ക. വൃക്കയാണ് രക്തത്തിൽ നിന്ന് യൂറിയ നീക്കം ചെയ്യുന്ന മുഖ്യ വിസർജനാവയവം. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ. മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ പുരുഷബീജങ്ങൾ. പുരുഷബീജങ്ങളാണ് മനുഷ്യ ശരീരം സൃഷ്ടിക്കുന്ന ഏറ്റവും ചെറിയ കോശങ്ങൾ. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് അസ്ഥിമജ്ജയിൽ, ബോൺ മാരോ. അസ്ഥിമജ്ജയിൽ വെച്ചാണ് രക്തകോശങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. കുട്ടി വളരുമ്പോൾ പ്രവർത്തനരഹിതമാകുന്ന ഗ്രന്ഥി. കുട്ടി വളർന്നു കഴിയുമ്പോൾ പ്രവർത്തനരഹിതമാകുന്ന ഗ്രന്ഥി തൈമസ്. തൈമസ് ഗ്രന്ഥിയാണ് കുട്ടി വളരുമ്പോൾ പ്രവർത്തനരഹിതമാകുന്ന ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത് പ്ലീഹ. പ്ലീഹയാണ് മനുഷ്യ ശരീരത്തിലെ ബ്ലഡ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം. അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം 120 ദിവസം. 120 ദിവസമാണ് അരുണരക്താണുക്കളുടെ ആയുർദൈർഘ്യം. അരുണരക്താണുക്കളുടെ ആകൃതി. അരുണരക്താണുക്കളുടെ ആകൃതി ഡിസ്ക് ആകൃതി. ഡിസ്കിൻ്റെ ആകൃതിയാണ് അരുണരക്താണുക്കൾക്കുള്ളത്. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ. മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ അരുണരക്താണുക്കൾ. അരുണരക്താണുക്കളാണ് മർമ്മമില്ലാത്ത രക്തകോശങ്ങൾ. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം. ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് ഓക്സിജനെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന രക്തത്തിലെ ഘടകം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം. ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം 10 മുതൽ 15 ദിവസം വരെ. 10 മുതൽ 15 ദിവസം വരെയാണ് ശ്വേതരക്താണുക്കളുടെ ആയുർദൈർഘ്യം. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം. മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തകോശം. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത് ശ്വേതരക്താണുക്കൾ. ശ്വേതരക്താണുക്കളാണ് മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ഭടന്മാർ എന്നറിയപ്പെടുന്നത്. HIV ബാധിക്കുന്നത്. HIV ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെ. ലിംഫോസൈറ്റിനെയാണ് HIV ബാധിക്കുന്നത്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ. ഫൈബ്രിനോജനാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം പ്ലേറ്റ്ലെസ്. പ്ലേറ്റ്ലെസ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം കാൽസ്യം. കാൽസ്യമാണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ലോഹം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം K. ജീവകം K ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം ത്രോംബോകൈനേസ്. ത്രോംബോകൈനേസ് ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തു. രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തു RH ഫാക്ടർ. RH ഫാക്ടറാണ് രക്തഗ്രൂപ്പ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നിശ്ചയിക്കുന്ന വസ്തു. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം. മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം 46. മനുഷ്യ ശരീരത്തിൽ 46 ക്രോമസോമുകളാണ് ഉള്ളത്. ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി. ഉമിനീരിലടങ്ങിയിരിക്കുന്ന രാസാഗ്നി ടൈലിൻ. ടൈലിനാണ്
ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകം. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകം ഇരുമ്പ്. ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണ ഘടകം. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷനാണ് രക്തദാനം ചെയ്യുമ്പോൾ പരസ്പരം യോജിക്കാത്ത രക്തഗ്രൂപ്പുകൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഒ ഗ്രൂപ്പ്. ഒ ഗ്രൂപ്പാണ് ആൻറ്റിജൻ ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഗ്രൂപ്പ്. എ ബി ഗ്രൂപ്പാണ് ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ്. മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു. മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിനാണ് മനുഷ്യരക്തത്തിൻ്റെ ചുവപ്പ് നിറത്തിന് കാരണമായ വസ്തു. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? താടിക്കും കഴുത്തിനുമിടയിൽ. താടിക്കും കഴുത്തിനും ഇടയിലാണ് ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ കാണപ്പെടുന്നത്. മനുഷ്യശരീരത്തിലെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ്. മനുഷ്യശരീരത്തിലെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡാണ് മനുഷ്യശരീരത്തിലെ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആസിഡ്. നമ്മുടെ ശരീരത്തിലെ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത് വൻകുടലിൽ. വൻകുടലിലാണ് നമ്മുടെ ശരീരത്തിൽ ഉപകാരപ്രദമായ നിരവധി ബാക്ടീരിയകൾ അധിവസിക്കുന്നത്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ. ലോമികകൾ എന്നാണ് വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര്. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം. പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം 7 ദിവസം. 7 ദിവസമാണ് പ്ലേറ്റ്ലെറ്റുകളുടെ ആയുർദൈർഘ്യം. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയം. ഗർഭാശയമാണ് റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. നെറ്റിയിലെ അസ്ഥിയുടെ പേര്. നെറ്റിയിലെ അസ്ഥിയുടെ പേര് ഫലാസ്തി. ഫ്രോണ്ടൽ ബോൺ. ഫലാസ്തിയാണ് നെറ്റിയിലെ അസ്ഥിയുടെ പേര്. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടിലിലെ അസ്ഥി. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടിലിലെ അസ്ഥി അറ്റ്ലസ്. അറ്റ്ലസ് ആണ് തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടിലിലെ അസ്ഥി. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം മയോഗ്ലോബിൻ. മയോഗ്ലോബിനാണ് രക്തത്തിലെ ഹീമോഗ്ലോബിന് സമാനമായി പേശികളിൽ കാണപ്പെടുന്ന വർണ്ണകം. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഗ്രേലിൻ. ഗ്രേലിനാണ് ഭക്ഷണ പദാർത്ഥങ്ങളുടെ അഭാവത്തിൽ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം ഡി എൻ എ. ഡി എൻ എ ആണ് ക്രോമസോമിൻ്റെ അടിസ്ഥാന ഘടകം. മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം. മനുഷ്യനിലെ സാധാരണ രക്തസമ്മർദ്ദം 120/80 mmHg. 120/80 mmHg ആണ് മനുഷ്യശരീരത്തിലെ സാധാരണ രക്തസമ്മർദ്ദം. മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം. മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം ബക്ക. ബക്ക എന്നതാണ് മനുഷ്യൻ്റെ കവിളിൻ്റെ അനാട്ടമി നാമം. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി. തൈറോയ്ഡ് ഗ്രന്ഥിയാണ് മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബല്ലം. സെറിബല്ലമാണ് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം. ബോമാൻസ് ക്യാപ്സൂൾ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോമാൻസ് ക്യാപ്സൂൾ ശരീരത്തിലെ ഏത് അവയവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൃക്ക. ശരീരത്തിലെ വൃക്കയുമായിട്ടാണ് ബോമാൻസ് ക്യാപ്സൂൾ ബന്ധപ്പെട്ടിരിക്കുന്നത്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത്? മാലിയസ്. മധ്യകർണത്തിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് മാലിയസ്. മാലിയസിന് ചുറ്റികയുടെ ആകൃതിയാണുള്ളത്. നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗമേത്? നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം ക്ലോമപിധാനം, എപ്പിഗ്ലോറ്റിസ്. ക്ലോമപിധാനമാണ് നാം കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കാതെ തടയുന്ന ഭാഗം.
ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഇടുപ്പെല്ലിലെ സന്ധി ഏത് തരത്തിൽപ്പെട്ടതാണ്? ഗോളരസന്ധി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന അസ്ഥി. കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി വിജാഗിരി സന്ധി. വിജാഗിരി സന്ധിയാണ് കൈമുട്ട്, കാൽമുട്ട് എന്നിവയിൽ കാണുന്ന സന്ധി. രക്തപര്യനം ഒരു തവണ പൂർത്തിയാകുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നുപോകുന്നു? രക്തപര്യനം ഒരു തവണ പൂർത്തിയാകുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം എത്ര തവണ കടന്നു പോകുന്നു? 2 തവണ. രക്തപര്യനം ഒരു തവണ പൂർത്തിയാകുമ്പോൾ ഹൃദയത്തിലൂടെ രക്തം 2 തവണയാണ് കടന്നു പോകുന്നത്. പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ച് വച്ചിരിക്കുന്നത് എവിടെ? പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ച് വച്ചിരിക്കുന്നത് എവിടെ? മയോഗ്ലോബിൻ. മയോഗ്ലോബിനിലാണ് പേശികൾക്ക് ആവശ്യമായ ഓക്സിജൻ സംഭരിച്ച് വച്ചിരിക്കുന്നത്. മനുഷ്യശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? മനുഷ്യശരീരത്തിൻ്റെ സാധാരണ താപനില എത്ര ഫാരൻഹീറ്റാണ്? 98.6 ഫാരൻഹീറ്റ്. 98.6 ഫാരൻഹീറ്റാണ് മനുഷ്യശരീരത്തിൻ്റെ സാധാരണ താപനില. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി ലാക്രിമൽ ഗ്രന്ഥി. ലാക്രിമൽ ഗ്രന്ഥിയാണ് കണ്ണുനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥി. മുലപ്പാൽ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. മുലപ്പാൽ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ. പ്രൊലാക്റ്റിൻ ഹോർമോണാണ് മുലപ്പാൽ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുന്ന പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ. മർമ്മദ്രവ്യത്തിൽ വലകണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. മർമ്മദ്രവ്യത്തിൽ വലക്കണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത് ക്രോമാറ്റിൻ ജാലിക. ക്രോമാറ്റിൻ ജാലികയാണ് മർമ്മദ്രവ്യത്തിൽ വലകണ്ണികൾ പോലെ കെട്ടുപിണഞ്ഞ് കാണപ്പെടുന്നത്. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം. ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം തയാലിൻ. തയാലിനാണ് ഉമിനീർ ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈം. രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഏത്? രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് ആണ് രക്തത്തിൽ അടങ്ങിയിട്ടുള്ള പഞ്ചസാര. ശരീരതുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. ശരീരതുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം സെറിബെല്ലം. സെറിബെല്ലമാണ് ശരീരതുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം. നേത്രഗോളത്തിൻ്റെ പാളികളുടെ എണ്ണം 3. ദൃഢപടലം, രക്തപടലം, റെറ്റിന. നേത്രഗോളത്തിന് 3 പാളികളാണുള്ളത്. ദൃഢപടലം, രക്തപടലം, റെറ്റിന. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊജസ്റ്ററോൺ. പ്രൊജസ്റ്ററോൺ ആണ് ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. രക്തത്തിൽ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം പ്ലാസ്മ. രക്തത്തിൽ പ്ലാസ്മയിലാണ് ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? മനുഷ്യശരീരത്തിൽ വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത് ഏത് ഭാഗത്താണ്? ത്വക്ക്. മനുഷ്യശരീരത്തിൽ ത്വക്കിലാണ് വിറ്റാമിൻ ഡി നിർമ്മിക്കുന്നത്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയയാണ് കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ഭാഗം. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം. മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണു. ചുവന്ന രക്താണുവാണ് മനുഷ്യശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ചുവന്ന രക്താണു. ചുവന്ന രക്താണുവാണ് ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം. മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം. മർമ്മമില്ലാത്ത രക്തകോശം. മർമ്മം ഇല്ലാത്ത രക്തകോശം ചുവന്ന രക്തകോശം. ചുവന്ന രക്തകോശമാണ് മർമ്മമില്ലാത്ത രക്തകോശം. ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം. ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ്. ലിംഫോസൈറ്റാണ് ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം. ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം. ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസോഫിൽ. ബേസോഫിലാണ് ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികൾ. മനുഷ്യശരീരത്തിലെ ആകെ അസ്ഥികൾ 206. 206 അസ്ഥികളാണ് മനുഷ്യശരീരത്തിൽ ഉള്ളത്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി തുടയെല്ല്, ഫീമർ. തുടയെല്ലാണ് മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി സ്റ്റേപ്പിസ്. സ്റ്റേപ്പിസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി. മനുഷ്യശരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി
താടിയെല്ല്. താടിയെല്ലാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും ഉറപ്പുള്ള അസ്ഥി. മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി, മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. കരളാണ് മനുഷ്യരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യരീരത്തിലെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ. മനുഷ്യരീരത്തിലെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ ധമനികൾ, ആർട്ടറീസ്. ധമനികളാണ് മനുഷ്യരീരത്തിലെ ശുദ്ധരക്തം വഹിക്കുന്ന കുഴലുകൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ. അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ സിരകൾ, വെയിൻസ്. സിരകളാണ് അശുദ്ധരക്തം പ്രവഹിക്കുന്ന കുഴലുകൾ. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.